ഈശോമിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ശ്രവിക്കുന്ന വചനം മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 14 മുതൽ 29 വരെയുള്ള തിരുവചനം. ഈശോ പിശാച് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തുന്നു. അവൻ ശിഷ്യന്മാരുടെ അടുത്തെത്തിയപ്പോൾ വലിയൊരു ജനക്കൂട്ടം അവരുടെ ചുറ്റും കൂടിയിരിക്കുന്നതും നിയമജ്ഞർ അവരോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്നതും കണ്ടു. അവനെ കണ്ട ഉടനെ ജനക്കൂട്ടം മുഴുവൻ വിസ്മയഭരിതരായി ഓടിക്കൂടി അവനെ അഭിവാദനം ചെയ്തു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് അവരുമായി തർക്കിക്കുന്നത്? ജനക്കൂട്ടത്തിൽ ഒരാൾ മറുപടി പറഞ്ഞു, ഗുരു, ഞാൻ എൻ്റെ മകനെ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മൂകനായ ഒരു ആത്മാവ് അവനെ ആവേശിച്ചിരിക്കുന്നു. അതെവിടെ വെച്ചവനെ പിടികൂടിയാലും അവനെ നിലം പതിപ്പിക്കുന്നു. അപ്പോൾ അവൻ പല്ലുകടിക്കുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ചു പോവുകയും ചെയ്യുന്നു. അതിനെ ബഹിഷ്കരിക്കാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു, അവർക്ക് കഴിഞ്ഞില്ല. അവൻ അവരോട് പ്രതിവചിച്ചു, വിശ്വാസമില്ലാത്ത തലമുറയെ, എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും? എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരും. അവർ അവനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ കണ്ട ഉടനെ ആത്മാവ് കുട്ടിയെ തള്ളിയിട്ടു. അവൻ നിലത്ത് വീണ് ഉരുളുകയും അവൻ്റെ വായിലൂടെ നുരയും പതയും പുറപ്പെടുകയും ചെയ്തു. യേശു അവൻ്റെ പിതാവിനോട് ചോദിച്ചു, ഇത് തുടങ്ങിയിട്ട് എത്ര കാലമായി? അവൻ പറഞ്ഞു, ശൈശവം മുതൽ പലപ്പോഴും അതവനെ നശിപ്പിക്കുവാൻ വേണ്ടി തീയിലും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണം. യേശു പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ? വിശ്വസിക്കുന്നവൻ എല്ലാ കാര്യവും സാധിക്കും. ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. ജനങ്ങൾ ഓടിക്കൂടുന്നത് കണ്ട് യേശു അശുദ്ധാത്മാവിനെ ശകാരിച്ചു, മൂകനും ബധിരനുമായ ആത്മാവേ, ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, അവനിൽ നിന്ന് പുറത്തു പോവുക. ഇനി ഒരിക്കലും അവനെ പ്രവേശിക്കരുത്. അപ്പോൾ അവനെ ശക്തിയായ നിലത്ത് തള്ളിയിടുകയും ഉച്ചത്ത് നിലവിളിക്കുകയും ചെയ്തുകൊണ്ട് അത് പുറത്തുപോയി. ബാലൻ മരിച്ചവനെ പോലെ അവൻ മരിച്ചുപോയി എന്ന് പലരും പറഞ്ഞു. യേശു അവനെ കൈക്ക് പിടിച്ചുയർത്തി. അവൻ എഴുന്നേറ്റിരുന്നു. യേശു വീട്ടിലെത്തിയപ്പോൾ ശിഷ്യന്മാർ സ്വകാര്യമായി ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? അവൻ പറഞ്ഞു, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നും കൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ ജീവിതത്തിലെ വലിയൊരു സംഭവമാണ് നമ്മളിപ്പോൾ ധ്യാനിച്ചത്. തിന്മയുടെ ശക്തികളുടെ മേൽ ഈശോയ്ക്കുള്ള അധികാരം നാം കണ്ടു. ശരിക്കും പൈശാചിക ശക്തികളെ ബഹിഷ്കരിക്കാൻ ഒരുവിന് മാത്രമേ സാധിക്കൂ. അത് ഈശോ മിശിഹായ്ക്ക് മാത്രം, മറ്റാർക്കും പറ്റില്ല. ചിലപ്പോഴൊക്കെ ചിലയിടങ്ങളിലൊക്കെ ചെയ്യുന്നതായിട്ട് കേൾക്കാം. ഈശോയിൽ നിന്ന് അകന്നു കഴിയുന്ന, ഈശോയിൽ വിശ്വസിക്കാതെ ചില ആളുകളൊക്കെ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ അതൊന്നും വിട്ടുപോകുന്നില്ല, എന്നേക്കുമായിട്ട് പോകുന്നില്ല. ആ തിന്മയുടെ ശക്തി വീണ്ടും അവരെ ഉപദ്രവിക്കുന്നു, തകർത്ത് കളയുന്നത് കാണാൻ പറ്റും നമുക്ക്. അതുകൊണ്ട് ഇവിടെ ഈ വചനം നമ്മൾ ധ്യാനിക്കാൻ പോകണം, ആഴത്തിൽ ധ്യാനിക്കാൻ പോകണം. ഈശോ പ്രവർത്തിക്കുന്ന വലിയൊരു അത്ഭുതം, വലിയൊരു സംഭവമാണ്. ഞങ്ങളുടെ ഈ ധ്യാന കേന്ദ്രത്തിൽ നിരവധി മക്കൾ വന്നിട്ട് ഈ തിന്മയുടെ സ്വാധീനത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് കടന്നു പോകുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു ശുശ്രൂഷകൻ്റെ വീട്ടിലുണ്ടായ ഒരു അനുഭവം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അവിടുത്തെ ശുശ്രൂഷകൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, 3 കുഞ്ഞുങ്ങളുണ്ട്. ഈ 3 കുഞ്ഞുങ്ങൾക്കും കുറേ നാളുകളെ, ഏകദേശം 1 വർഷത്തിന് മുകളിലോളമായിട്ടും ഇവർക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ, ഒന്ന് കഴിയുമ്പോൾ ഒന്ന്, ജലദോഷവും പനിയും അസ്വസ്ഥതയും. കൊച്ചു കുഞ്ഞുങ്ങൾ, മൂത്തതിനൊരു മാക്സിമം പോലെ ഒരു 8 വയസ്സ് 9 വയസ്സ് പ്രായമുള്ളൂ. രണ്ടാമത്തിന് 5ഓളം വയസ്സ് പ്രായം, മൂന്നിന് ഒരു 2ഓളം വയസ്സ് പ്രായമുള്ളൂ. കഷ്ടിച്ച് കൊച്ചു കുഞ്ഞുങ്ങൾ. പക്ഷേ എത്ര നോക്കി ഇവർ അത് അസുഖങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പം മരുന്ന് കഴിക്കുമ്പോൾ കുറച്ച് മാറ്റം വരും, വീണ്ടും ഇത് കൂടുന്നു. അങ്ങനെ കൂടി അവസാനം ഈ കുഞ്ഞുങ്ങൾക്ക് 3 പേർക്കും TB അസുഖത്തിൻ്റെ ആരംഭമായി. അവർ ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, കുഞ്ഞുങ്ങൾക്ക് 3 പേർക്കും TB അസുഖമാണ്, സീരിയസ് ആണ്. അതുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് ഈ മക്കളെ ഒന്ന് കൊണ്ടുപോയി കാണിക്കുക, അവർ ചികിത്സ ചെയ്യട്ടെ. അങ്ങനെ കോട്ടയം ESIയിൽ ചെന്നു. അവർ പരിശോധനകൾ നടത്തിയപ്പോൾ കണ്ടുമുട്ടിയത് ഈ 3 കുഞ്ഞുങ്ങൾക്കും ശരിക്കും TB അസുഖം തന്നെയാണ്, സീരിയസ് ആയ ലെവലിൽ തന്നെയാണ്. അപ്പനമ്മയും വളരെ സങ്കടത്തിലെ, അവർ വളരെ ദുഃഖത്തോടെ അവിടെ വന്നു. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാൻ വിഷമിക്കരുത്. തൊട്ടടുത്തുള്ള വേറൊരു ഹോസ്പിറ്റലിൽ, അതിന് ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള വേറൊരു ഹോസ്പിറ്റലിലേക്ക് അവർ പോയി.
ഈ TB അസുഖത്തിന് പ്രത്യേക ചികിത്സയുള്ള ഹോസ്പിറ്റലാണ്. അവിടെ ചെന്നിട്ട് അവർ വീണ്ടും പരിശോധനകളെല്ലാം എല്ലാ ടെസ്റ്റ് നടത്തി അവർ പറഞ്ഞു ഇത് TB അസുഖമായി, ഉടനെ തന്നെ ഇഞ്ചക്ഷൻ ആരംഭിച്ചുകൊള്ളുക, 6 to 9 months 6 തൊട്ട് 9 മാസങ്ങൾ കൊണ്ട് മാറിക്കോളും, എന്നാലും വളരെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഇവർ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കണ്ടു. അദ്ദേഹവും ഇതുപോലെ പരിശോധനകൾ ആവശ്യപ്പെട്ടു. എല്ലാ പരിശോധനയും കഴിഞ്ഞു. അദ്ദേഹവും പറഞ്ഞു 100% ഈ കുഞ്ഞുങ്ങൾക്ക് 3 പേർക്കും ഈ TB അസുഖമാണ്. അടുത്ത ദിവസം തന്നെ നിങ്ങൾ രാവിലെ കുട്ടികളെ കൊണ്ടുവരിക, ഇഞ്ചക്ഷൻ എടുത്ത് തുടങ്ങും. ഈ വലിയ വേദന അനുഭവിച്ചുകൊണ്ട് ഈ കുടുംബം എൻ്റെ അടുത്ത് വന്നു. അച്ചോ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഒരു നിമിഷം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, തമ്പുരാനെ എന്താ ഇത്? നല്ല പാവപ്പെട്ട കുഞ്ഞുങ്ങൾ, നല്ല കുട്ടികൾ, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞാൽ പെട്ടെന്ന് ഈശോ പ്രാർത്ഥിച്ചു. എനിക്ക് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായൊരു പ്രേരണ കിട്ടി. ഇതൊരു പൈശാചിക ബന്ധനം, ഇത് രോഗമല്ല, ഇത് പൈശാചിക ബന്ധനം. ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ 3 കുഞ്ഞുങ്ങളെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ഈ ആദ്യത്തെ മൂത്ത കുട്ടിയുടെ തലയോട്ട് കൈവച്ച് പ്രാർത്ഥിക്കുന്നു. ഉടനെ കുഞ്ഞു താഴോട്ടങ്ങ് അബോധാവസ്ഥയിലങ്ങ് വീഴുന്നു. കുറേ നേരം അവിടെ കിടപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയുടെ നാമത്തിൽ കുഞ്ഞിലുള്ള ഈ രോഗപൈശാചിക ശക്തി, ഏത് രോഗമാണ് ഏത് ബന്ധനമാണ് യേശു നാമത്തിൽ കുഞ്ഞിനെ വിട്ടുപോകട്ടെ എന്ന് ബന്ധിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ അന്നമ്പളം തെളിക്കുന്നു. കുഞ്ഞു കണ്ണു തുറക്കുന്നു. എഴുന്നേറ്റ് ഞാൻ ചോദിച്ചു അങ്ങനെ എന്തുകൊണ്ട്? എന്തോ ഒരു സംഭവം എൻ്റെ തലേന്ന് പോയി. അപ്പോൾ അടുത്ത കൊച്ചുകുട്ടി 5 വയസ്സോളം കൊച്ചുകുഞ്ഞ്, ആ കൊച്ചിൻ്റെ തലയിലും അന്നമ്പളം തെളിച്ച് പ്രാർത്ഥിക്കുന്നു. കൊച്ചും താഴോട്ട് വീഴുന്നു. കുറച്ച് കഴിയുമ്പോൾ കൊച്ചു എഴുന്നേറ്റ് അച്ഛൻ എന്തോ പോകുന്നു. എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് ആ 3ാമത്തെ കൊച്ചു, ഇളയ കൊച്ചു, ഞാൻ അച്ഛനാന്ന് പോലും ആ കുഞ്ഞ് അറിഞ്ഞുകൂടാ, കാരണം അത്രയും കൊച്ചുകുട്ടിയാണ്. അപ്പനിങ്ങനെ കൈ പിടിച്ചിട്ടുണ്ട്. തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കുഞ്ഞും അബോധാവസ്ഥയിൽ താവട്ട് വരും. തൊടുന്നു ഇവിടെ താവട്ട് പോവുക. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അപ്പോൾ കിടക്കുക, ഇങ്ങനെ കൊച്ചിങ്ങനെ അബോധാവസ്ഥ കിടക്കുക. അപ്പോൾ അപ്പനും അമ്മയും കരഞ്ഞ് പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിനുശേഷം അനമ്പളം തെളിക്കുന്നു. ഈ കൊച്ചു കുഞ്ഞ് എഴുന്നേക്കുക. ഞാൻ പറഞ്ഞ എന്നെ അറിയാവുന്ന പോലെ തോന്നില്ല, കൊച്ചുകുട്ടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു മോനെ അവരുടെ ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളോട് ഞാൻ പറഞ്ഞു ഉടനെ തന്നെ ആശുപത്രിയിലൊന്ന് കൊണ്ടുപോയി ഒന്നും കൂടെ ഒരു ടെസ്റ്റ് നടത്തി, എന്നിട്ട് നിങ്ങൾ മരുന്ന് കൊടുത്താൽ മതി. അങ്ങനെ അവർ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ ഒന്നുകൂടെ കൊണ്ടുപോയി. ആ സമയത്ത് ഇവർ ഒന്നും കൂടെ ടെസ്റ്റ് നടത്തിയപ്പോൾ ഈ കുഞ്ഞുങ്ങളിൽ 3 പേരിലും ഈ രോഗമില്ല, അപ്രത്യക്ഷമായി പോയിരിക്കുന്നു. അതിനു മുമ്പുള്ള റിപ്പോർട്ടുകൾ മുഴുവൻ കൈ കിടക്കുന്നു. മുഴുവൻ സംഭവം നോക്കുകയാണ്. ഇവിടെ മിറക്കിളായിട്ട് സംഭവം നടന്നു. ശരിക്കും ഈ കുഞ്ഞുങ്ങൾ എന്താ സംഭവിച്ചത്? വളരെ സിമ്പിളായിട്ടോ, ഇത് തിന്മയുടെ ശക്തിയുടെ സ്വാധീനം. ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് വാക്കാ വയ്ക്കുന്നത്. സൗഖ്യവും വിടുതലും സൗഖ്യവും ഒരുമിച്ച് നടക്കണം. തിന്മയുടെ ശക്തികളൊന്നും ലോകത്തിലുണ്ട്. ചില രോഗങ്ങൾ, എല്ലാ രോഗങ്ങളും, ചില രോഗങ്ങളിൽ മേൽ തിന്മയുടെ ശക്തികളുടെ പ്രവർത്തനമാണ്. അതിനെ ബഹിഷ്കരിക്കുകയാണെങ്കിൽ ആളുകൾക്ക് ഒരുപാട് ഹീലിംഗ് കിട്ടും. ഈ രോഗത്തിൻ്റെ ബന്ധനമൊക്കെ മാറും. കുടുംബങ്ങളൊക്കെ കാണാൻ പറ്റും. ഒരുപാട് തടസ്സങ്ങൾ അനുഭവിക്കുന്ന ചില മേഖലകൾ. ശരിക്കും അവർക്ക് വേണ്ടതൊരു ആശീർവാദ പ്രാർത്ഥന മാത്രം. ആ സഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന അധികാരം. അതാണ് ലൂക്കാ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വചനം പറയുന്ന പോലെ അവൻ 12 പേരെയും തിരഞ്ഞെടുത്ത് സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അപ്പം പിശാചുക്കളെ ബഹിഷ്കരിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും. ഇത് തന്നെയാണ് 1 യോഹന്നാൻ 3:8 വചനത്തിൽ വളരെ വ്യക്തമായിട്ട് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. അവിടെയും വചനം പറയും. വചനം ഇതാണ്. 1 യോഹന്നാൻ 3:8 പറയും, പിശാചിൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ മനുഷ്യനായിട്ട് അവതരിച്ചത് എന്ന് പറയുക. അപ്പം പിശാചിൻ്റെ പ്രവർത്തികളെ നിർവീര്യമാക്കുന്ന ഈശോയുടെ സാന്നിധ്യത്തിന് പറ്റും. ഈശോയുടെ സാന്നിധ്യം വരുമ്പോൾ, ആത്മാവിൻ്റെ സാന്നിധ്യം വരുമ്പോൾ തിന്മയുടെ ശക്തികൾ വിട്ടുപോകും. സഭയ്ക്ക്, പ്രത്യേകിച്ച് പൗരോഹിത്യത്തിന്, സഭയിലുള്ള മുഴുവൻ വൈദികർക്കും കർത്താവ് കൊടുത്തിരിക്കുന്ന, സഭയിലൂടെ കൊടുത്തിരിക്കുന്ന ശ്രേഷ്ഠമായ അധികാരമാണ് ബഹിഷ്കരണ ശുശ്രൂഷ. ഇത് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. ചിലർ ഇതിനെ സൈക്കോളജിക്കലായിട്ട് ചിന്തിക്കാറുണ്ട്, ചിലർ വെറും ബൗദ്ധിയിൽ ചിന്തിച്ചുകൊണ്ട് അങ്ങനെയല്ല ഇങ്ങനെയാണ്. പക്ഷെ നമ്മുടെ അനുഭവമാണ്, ഇതെൻ്റെ അനുഭവമാണ്. ഓരോ ദിവസവും ഇത് അനേക വർഷങ്ങൾ 1995 തുടങ്ങി കർത്താവിൻ്റെ കൃപയിൽ ഞാൻ വരുമ്പോൾ അന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഈ തിന്മയുടെ ശക്തികളുടെ മേൽ കർത്താവ് പ്രവർത്തിക്കുന്നത് കണ്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ഇതുങ്ങൾ താഴെ പോകുന്നു, ഇതിലെ ബന്ധനം ഒഴിഞ്ഞു പോകുന്നു, സുഖപ്പെട്ട് എഴുന്നേറ്റ് പോകുന്നു, ക്യാൻസർ രോഗികൾ സുഖപ്പെടുന്നു കണ്ടു. ഇതെൻ്റെ കഴിവൊന്നുമല്ല, എനിക്കൊരു കഴിവില്ല. ആകെയുള്ളത് എന്താണെന്ന് വെച്ചാൽ പൗരോഹിത്യമുണ്ട്. 2, എനിക്ക് ഈശോയിൽ വിശ്വാസമുണ്ട്.
ഇവിടെ നിങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് ഒറ്റ ചോദ്യം ഈശോ. നിങ്ങളുടെ വിശ്വാസം ഈശോ കുറ്റപ്പെടുന്ന ഒറ്റ കാര്യം, വിശ്വാസമില്ലാത്ത തലമുറയെ എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചു, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായി. ഈശോ പറഞ്ഞത്, നിങ്ങൾക്ക് ഈ കുട്ടിയുടെ മേലുള്ള തിന്മയുടെ ശക്തിയെ ബഹിഷ്കരിക്കാൻ പറ്റാതെ പോയത് ഒറ്റ കാരണമാണ്, ദാറ്റ് യു ഡോണ്ട് ഹാവ് ഇനഫ് ഫെയ്ത്ത്. വിശ്വാസം നിങ്ങൾക്കില്ല, നിങ്ങൾക്ക് സംശയമാണ്, നിങ്ങൾക്ക് മുഴുവൻ സംശയം. അതാണ് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകൾ ചെയ്യുന്നവർക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യത്തിലൊന്ന് സംശയം. ദൈവവചനത്തെ സംഭവിക്കേണ്ടതാണ്. ഈശോ പറഞ്ഞതിനെ സംശയിക്കുന്ന മനുഷ്യൻ, തിരുവചനത്തെ അതാണ് ഒരുവന് പറ്റുന്ന ഏറ്റവും വലിയ, അത് തന്നെ ഒരു പൈശാചികത്തിന്റെ പ്രവർത്തനമാണ്. ഈശോ പറയുന്ന വചനങ്ങളെ വിശ്വസിക്കാൻ ഒരുവന് പറ്റാതെ കിടക്കുന്നത് തന്നെ അത് തന്നെ ഒരു തിന്മയുടെ ശക്തിയുടെ പ്രവർത്തനമല്ലേ. അവിടെ പ്രിയപ്പെട്ട ദൈവമക്കൾ, ഈ ഒരു സംഭവിക്കണം, അന്ധകാര ശക്തികളെ വിട്ടുപോകണം. ഇതിവിടെ കാണാം. ഈശോയുടെ അടുക്കൽ നാം കാണുന്നുണ്ട്, ഈ ബാലനെ ആ പിതാവ് കൊണ്ടുവരിക. അവൻ്റെ അവിടെ വചനം പറയുന്നുണ്ട്, ആ കൊച്ചിൻ്റെ അപ്പനോട് ഈശോ ചോദിക്കുന്നുണ്ട്, ഗുരു, ഞാൻ എൻ്റെ മകനെ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, മൂകനായൊരു ആത്മാവ് അവനെ ആവേശിച്ചിരിക്കുന്നു, അതെവിടെ വെച്ച് അവനെ പിടികൂടിയാലും അവനെ നിലം പതിപ്പിക്കും. ചില തിന്മയുടെ ശക്തി, നമ്മൾ പരിശുദ്ധാത്മാവ് വ്യക്തിയാണ്, ശക്തിയാണ്. അവൾ തിന്മയുടെ ശക്തി എന്ന് ശരിക്കും പറഞ്ഞ ഒരു പവറാണ്, ഒരു ഈവിൾ പവറാണ്. ഈ പവർ വന്നു കഴിയുമ്പോൾ അവനത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ചില കാണാൻ പറ്റും, ഹോസ്യ 5:4 പറയുന്ന വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം കയറി കൂടിയിരിക്കും ചില ജീവിതങ്ങളുണ്ട്. അതുങ്ങൾ എന്ത് ചെയ്താലും മാറില്ല. ചില പറയും ഹോസ്പിറ്റലിൽ കൊണ്ട് ചികിത്സയൊക്കെ നടത്തണമെന്ന് ചില കേസിലൊക്കെ. പക്ഷേ അതൊന്നും മാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈവിൾ പവറാണ് പൊസസ് ചെയ്യുക. അത് ചില സമയത്ത് ഒരു കുഴപ്പമില്ല, പക്ഷേ ചില സമയത്ത് ഭയങ്കരമായിട്ട് അവനെ ഇത് ബന്ധിച്ചിട്ട് അവനെ കൊണ്ട് ആ പ്രവൃത്തി ചെയ്യിപ്പിക്കുകയാണ്. ചില ജീവിതങ്ങളൊക്കെ കാണാം. ഇന്ന് ഒരുപാട് സങ്കടം തോന്നും. ഇന്ന് സമൂഹത്തിൽ ഒരുപാട് കുത്തഴിഞ്ഞ ജീവിതങ്ങളുണ്ട്. മദ്യത്തിന് രഹസ്യമായി മദ്യപിക്കുന്നു, പരസ്യമായി മദ്യപിക്കുന്നവർ, പുകവലിയ, മദ്യപാനം, മയക്കുമരുന്ന്, വ്യഭിചാരം, സ്വയംഭോഗം, സ്വർഗരതി, അന്ധവിശ്വാസം, വെറുപ്പ്, കുടുംബ കലഹം, അടിപിടി, എല്ലാ സംഭവമുണ്ട്. വിവാഹമോചനങ്ങൾ നടത്തുന്നു, തർക്കുത്തരം പറയുന്നു, തീർത്തും മോശമായ ജീവിതങ്ങൾ നയിക്കുന്നു, തന്നിഷ്ടം പോലെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോകുന്നു. ഇവിടെ മറ്റൊരു സംഭവം മർക്കോസിന് സുവിശേഷം 5-ാം അധ്യായത്തിൽ കാണുന്നത് പോലെ, ഈ ശവക്കല്ലറയിൽ കഴിയുന്നവരുവൻ, ഒറ്റയ്ക്ക് കഴിയുന്നവൻ, അവനൊരു കല്ലറയിൽ അവൻ ആരെ അടുപ്പിക്കില്ല. അവനെ കാൽവിലങ്ങുകളാലും കൈവിലങ്ങുകളാലും ബന്ധിച്ചെങ്കിലും അത് വലിച്ച് പൊട്ടിക്കുന്നു. കാരണം ആർക്കും അവനെ ചിലമുണ്ട്, നമുക്ക് ആർക്കും പിടിച്ച് നിർത്താൻ പറ്റത്തില്ല. അത് ചില ജീവിതങ്ങൾ, ചില കുടുംബങ്ങളെ കാണാം, ചില ജീവിതങ്ങളെ ആർക്കും പിടിച്ച് കെട്ടാൻ പറ്റത്തില്ല. ഓരോറ്റ കണക്കില്ല. ചിലപ്പോഴൊക്കെ ചില അച്ഛന്മാരൊക്കെ പറയാറുണ്ട്, ചില കുട്ടികളൊന്നും അല്ലെങ്കിൽ ചില മാതാപിതാക്കളൊന്നും മാനസാന്തരപ്പെടുത്താൻ വേണ്ടി ചെന്ന് അവരിങ്ങോട്ട് ബഹളം വെക്കും, നമ്മുടെ നേരെ അങ്ങോട്ട് അലറിക്കൊണ്ട് വരും. എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ചോദിക്കും. ഇവിടെ പിശാച് ചോദിച്ച പോലെ തന്നെ, ഈശോയോട് പിശാച് ചോദിച്ചതുപോലെ തന്നെ, എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന് ചോദിക്കും. അതാണ് പലപ്പോഴും ചില ആളുകളുടെ ജീവിതത്തേക്ക് വചനം കൊടുക്കുമ്പോൾ അവരിങ്ങോട്ട് ചൂടാവും, നമ്മോട് ചൂടാവും. കാരണം എന്തിനാണ് നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? ശരിക്കും അവനല്ല സംസാരിക്കുന്നത്, അവനിലുള്ള ഒരു തിന്മയുടെ ശക്തി സംസാരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ എല്ലാ വ്യക്തികളും ഇല്ല, ചില വ്യക്തികളെ സംഭവം കാണാൻ പറ്റും. ഈവിൾ പവർ പ്രവർത്തിക്കുക, നശീകരണ ശക്തി. ഇന്ന് ലോകം മുഴുവൻ വരുന്നത് ഈ ടെററിസ്റ്റൊക്കെ കൂടുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. കുടുംബങ്ങളൊക്കെ സംഭവിക്കും. അത് നമ്മളിന്ന് കമ്പ്യൂട്ടർ, പ്രത്യേകിച്ച് തിന്മയുടെ ശക്തികൾ വരുന്ന മാധ്യമങ്ങളെ തുറന്നു വെച്ചിരിക്കുകയാണ്. നമ്മൾ തിന്മയുടെ ചാനലുകൾ നമ്മൾ തുറന്നു വെച്ചിരിക്കുക. ഇത് വരുമ്പോൾ സമൂഹങ്ങളിൽ, കുടുംബങ്ങളിൽ ഈ പവർ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് നമ്മളെ കീഴ്പ്പെടുത്തും. പ്രാർത്ഥിക്കാൻ പറ്റില്ല, പ്രാർത്ഥന തുടങ്ങുമ്പോഴത്തേക്കും അസ്വസ്ഥത, ദൈവത്തിന് വിളിക്കാൻ പറ്റില്ല, ഒന്ന് കുമ്പസാരിക്കാൻ പറ്റില്ല, ഒരു കുർബാനയിൽ പോലും ഒന്ന് ഹൃദയം തുറന്നൊന്നും പങ്കെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അവിടെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയം നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയ ഈ തിന്മയുടെ ശക്തി നമ്മെ വിട്ടുപോകാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈശോയ്ക്ക് മാത്രമേ പറ്റുള്ളൂ, ഈശോയ്ക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. രണ്ടാമത് സഭയ്ക്ക് ഇത് ചെയ്യാൻ പറ്റും. സഭയ്ക്ക് വേണ്ടത്, സഭയിലുള്ള ആളുകൾക്കും വേണ്ടത് നമുക്കുള്ള വിശ്വാസമാണ്. വിശ്വാസത്തോടെ കൽപ്പിക്കാവണം. ജ്ഞാനസ്നാനം സ്വീകരിച്ചിരിക്കുന്ന ഏതൊരു ക്രൈസ്തവനും അവൻ വിശ്വാസത്തോടെ, കർത്താവേ എൻ്റെ മേലുള്ള ബന്ധനം അഴിച്ചു കളയണം പ്രാർത്ഥിക്കുമ്പോൾ അഴിഞ്ഞു പോകും. തിരുവചനം പവർഫുള്ളാണ്. വചനത്തിൻ്റെ ശക്തി ഈശോ പറയുന്നുണ്ട്, വചനം കൊണ്ട് അവൻ പിശാചുക്കളെ, വചനത്തിൽ നമുക്ക് വായിക്കുന്നതാണ്, വചനം കൊണ്ട് അവൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് ഈശോ പറയുന്നു, ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു. ദൈവാത്മാവിനാലാണ്
ഞാൻ പിശാചുകളെ ബഹിഷ്കരിക്കുന്നെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നു. ഇങ്ങനെ ഈശോ പറയുന്നുണ്ട്. അപ്പോൾ അരൂപിയുടെ ശക്തി, ദൈവകരത്തിൻ്റെ ശക്തി പ്രകടമാകുമ്പോൾ ഈ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും. കുടുംബങ്ങളിൽ സമാധാനം കിട്ടും. ഒരുമിച്ചുള്ള പ്രാർത്ഥന നടക്കും. ഇന്ന് പല കുടുംബങ്ങളും കലഹത്തിലാണ്. കഴിഞ്ഞ ഓർമ്മിക്കുക ഒരു സംഭവം എൻ്റെ മനസ്സിൽ മറക്കാനാവുന്ന സംഭവം. ഒരിടത്തൊരു ധ്യാനം നടത്തും. ധ്യാനിപ്പിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ശുശ്രൂഷ ഭയങ്കര ഡിസ്റ്റർബൻസാണ്. ഹോൾ ഗ്രൂപ്പ് ഭയങ്കര ഡിസ്റ്റർബൻസ്. ശരിക്കും എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശുശ്രൂഷിക്കാൻ പറ്റുന്നില്ല, ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല. ഒരാൾ എഴുന്നേറ്റ് പോകുന്നു, ഒരാൾ ഇരിക്കുന്നു, ഓരോരോ പരിപാടി. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഡിസോർഡർ കാണുകയാണ്. അപ്പോൾ ഈ അവസാനം പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് ശരിക്കും ബന്ധിച്ചൊരു പ്രാർത്ഥന നടത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കണ്ടൊരു കാര്യമാണ്, പിറ്റേ ദിവസം മുതൽ വളരെ അച്ചടക്കം. ദ ഹോൾ ഗ്രൂപ്പ് ഈസ് വെരി കാം ആൻഡ് ക്വയറ്റ്, റിലാക്സ്ഡ് ആയിട്ട് വചനം കേൾക്കുന്നു, സ്വീകരിക്കുന്നു. അപ്പോൾ ഈശോ പറഞ്ഞ വചനങ്ങളൊക്കെ എന്തോ ഒരു പവർഫുള്ളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കേണ്ടത്, നമുക്ക് വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോയെ വിളിക്കണം, വിശ്വാസത്തോടെ വിളിക്കണം. ഞങ്ങളിലുള്ള ബന്ധനങ്ങൾ അഴിച്ചു കളയണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കണം. ഈശോയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും എന്നാണ് തിരുവചനം. അപ്പോൾ ഈശോയുടെ നാമം വിളിച്ചു പറയും, നാമത്തിൽ വിശ്വസിക്കുക, അത് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ബന്ധനം നമ്മളെ വിട്ടുപോകും. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയുടെ ഒരു വലിയൊരു ശുശ്രൂഷ ഇപ്പം നമ്മൾ നടത്താൻ പോകണം. ഡെലിവറൻസ് പ്രയർ, ഒരു വിടുതൽ ശുശ്രൂഷ, സൗഖ്യത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് ഈ പരിശുദ്ധ കുർബാന എഴുന്നേൽപ്പിച്ച് നമ്മൾ നടത്താൻ പോവുകയാണ്. ഈ സമയത്ത് ഇത് ശ്രവിച്ചു കൊണ്ടിരുന്ന മുഴുവൻ വ്യക്തികളുടെ മേലും അവിടെ കുടുംബത്തിലുള്ള ബന്ധനം അഴിയട്ടെ, ലോകം മുഴുവനുള്ള ബന്ധനം അഴിയട്ടെ. ആമേൻ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. തിന്മയുടെ ശക്തിയിൽ ബന്ധിതമാകട്ടെ, തകർന്ന കുടുംബങ്ങൾ രക്ഷപ്പെടട്ടെ, തകർന്നുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളിൽ ഇടപെടണമേ കർത്താവേ. തകർന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളും, ജോലി മേഖല, കുടുംബ മേഖല, വ്യക്തിബന്ധങ്ങളുടെ മേഖലകളും ആത്മീയ മേഖലകളും യേശു അവിടെയെല്ലാം അങ്ങ് പ്രവർത്തിക്കണമേ കർത്താവെ. ഏറ്റെടുക്കണമേ ഈ ലോകത്തെ മുഴുവനോടെ കർത്താവെ അങ്ങയുടെ മുമ്പിലേക്ക് എല്ലാ കുടുംബങ്ങളും സമർപ്പിക്കുന്നു. എല്ലാ കുടുംബങ്ങളും, തകർന്നുപോയ കുടുംബങ്ങൾ, വേദനിക്കുന്ന കുടുംബങ്ങൾ, ഒരുപാട് വിഷമം അനുഭവിക്കുന്ന കുടുംബങ്ങൾ, ആരോടും പറയാനാവാത്ത ചില പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, കർത്താവേ അങ്ങയുടെ ഇടപെടുണ്ടാകണമേ. ഈ ദിവ്യ കാരണത്തിൽ നിന്ന് പ്രകാശം ഒഴുക്കണമേ. എല്ലാ കുടുംബങ്ങളിലേക്കും പ്രകാശം ഒഴുക്കണമേ, പ്രകാശം വ്യാപിപ്പിക്കണേ കർത്താവെ. ദുഷ്ടപിശാച് കീഴടങ്ങട്ടെ, സാത്താൻ കീഴടങ്ങട്ടെ. കർത്താവിൻ്റെ ശക്തി പ്രകടമാകണേ കർത്താവ്, അങ്ങയുടെ മഹത്വം പ്രകടമാകണമേ. ഞങ്ങൾക്കല്ല കർത്താവെ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കർത്താവെ. ഇടപെടണമേ. ശുശ്രൂഷകളെ ശക്തിപ്പെടുത്തണമേ. സാത്താൻ്റെ പിടിയിൽ കഴിയുന്ന മക്കളെ കർത്താവെ പിടിച്ചുകൊണ്ടിരണമേ, തിരികെ കൊണ്ടുവരണമേ. അങ്ങയുടെ സന്നിധിയിൽ വീണ്ടും ഒരുമിച്ച് കൂട്ടണമേ. അങ്ങേ ആരാധിക്കുന്ന സമൂഹമാക്കി മാറ്റണമേ. അങ്ങേ സ്നേഹിക്കുന്ന സമൂഹമാക്കി മാറ്റണമേ. പ്രാർത്ഥിക്കുന്ന സമൂഹമാക്കി മാറ്റണമേ. അങ്ങയുടെ വചനങ്ങൾ, കൽപ്പനകൾ പാലിക്കുന്ന മക്കളാക്കി മാറ്റണമേ. അങ്ങേ സ്നേഹിക്കുന്ന മക്കളാക്കണമേ. ജ്വലിപ്പിക്കണമേ കർത്താവേ. കർത്താവേ, ഈ സമയത്ത് ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ മക്കളുടെ മേലും അങ്ങയുടെ ആത്മാവിനെ വർഷിക്കണമേ. ശക്തമായിട്ട് ചൊരിയണമേ. കെട്ടുകൾ അഴിയട്ടെ. സാത്താന്റെ കെട്ടുകൾ, പഴകിയ രോഗങ്ങൾ വിട്ടുമാറട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. കുടുംബത്തിലെ തകർച്ചകൾ വിട്ടുപോകട്ടെ. പക്ഷെ ആരെല്ലാം ഇപ്പോൾ കരഞ്ഞങ്ങ് വിളിക്കുന്നു, കർത്താവേ അങ്ങ് ഇടപെടണമേ. അങ്ങയുടെ ജീവനുള്ള സാന്നിധ്യമാണ് ഈ ദിവ്യകാരുണ്യം. അങ്ങ് ജീവനോടെ ഇതിൽ വസിക്കുന്നു. ഈശോയെ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. അങ്ങ് ഇടപെടണമേ കർത്താവേ. ഞങ്ങളുടെ കണ്ണുനീര് കാണണമേ, ദുരിതങ്ങൾ കാണണമേ, ഞങ്ങളുടെ തടസ്സങ്ങൾ അറിയണമേ, ഞങ്ങളുടെ ബന്ധനങ്ങൾ അഴിയണമേ കർത്താവേ. ഇടപെടണമേ, ചരിത്രത്തിൽ ഇടപെട്ട കർത്താവേ ഇടപെടണമേ. ഈശോയെ ഇടപെടണമേ കർത്താവേ. ഞങ്ങളുടെ മഹത്വമേറിയ ഇടപെടലുണ്ടാകട്ടെ. ഈ സമയത്ത് എല്ലാ മക്കളും വിടുതൽ പ്രാപിക്കട്ടെ. രോഗികൾ മുഴുവൻ ഇപ്പോൾ ഈശോയുടെ നാമം സുഖം പ്രാപിക്കട്ടെ. എല്ലാ മനസ്സ് തകർന്ന ജീവിതങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കട്ടെ, സമാധാനം ലഭിക്കട്ടെ കർത്താവേ. അങ്ങയെ പരിഹസിക്കുന്ന ജീവിതങ്ങളെ, അങ്ങയെ നിന്ദിക്കുന്ന ജീവിതങ്ങളുടെ മേലുള്ള തിന്മയുടെ ശക്തികളെ ബഹിഷ്കരിക്കണമേ. ഒരു വിശുദ്ധ ജനതയാക്കി മാറ്റണമേ കർത്താവേ. അങ്ങയുടെ മക്കളെ മുഴുവനും ഒരു വിശുദ്ധ ജനതയാക്കി മാറ്റണമേ കർത്താവേ. കരുണയുണ്ടാകണമേ കർത്താവേ. അങ്ങയുടെ തിരുവിലാവിൽ നിന്ന് തിരുരക്തം ഒഴുകിക്കൊണ്ട് കരുണ കാണിക്കണമേ. കൃപയൊഴുക്കണേ. വിശ്വസിക്കുന്ന കർത്താവേ, ഈ സമയത്ത് അങ്ങ് പ്രവർത്തിച്ച് കഴിഞ്ഞിരിക്കുന്നു വിശ്വസിക്കുന്നു. ഈ സമയത്ത് ലോകം മുഴുവൻ്റെ
മേലും അഭിഷേകം വർഷിച്ചിരിക്കുന്ന വിശുദ്ധി കർത്താവേ. യുവതി യുവാക്കളുടെ മേൽ പ്രത്യേകം കൃപ വർഷിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവേ കൃപ വർഷിക്കണമേ. രോഗാവസ്ഥ കഴിയുന്ന മക്കളുടെ മേൽ കൃപ വർഷിക്കണമേ. കിടപ്പ് രോഗികളുടെ മേൽ കൃപ വർഷിക്കണമേ. കുടുംബജീവിതങ്ങൾ നയിക്കുന്ന മക്കളുടെ മേൽ അങ്ങയുടെ ശക്തമായ കൃപ വർഷിക്കണമേ കർത്താവേ. എല്ലാ വൈദികരുടെ മേലും സന്യസ്തരുടെ മേലും എല്ലാ അഭിഷിക്തരുടെ മേലും കർത്താവേ നിന്റെ വലിയ കൃപ വർഷിക്കണേ കർത്താവേ. നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ ആരാധിക്കുന്ന, നിനക്ക് വേണ്ടി ജീവിക്കുന്ന, ബലി കൊടുക്കുന്ന ജീവിതങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ. ഞങ്ങളെ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് കൊണ്ടുപോകുന്ന തിന്മയുടെ ശക്തികൾ, അങ്ങയുടെ സന്നിധി ഞങ്ങളെ അകറ്റുന്ന തിന്മയുടെ ശക്തികൾ കർത്താവെ, ആ ശക്തികളെ അങ്ങ് തന്നെ ഞങ്ങൾ അകറ്റി തരണമേ കർത്താവേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങൾക്ക് അങ്ങയുടെ വചനം സ്വീകരിച്ച് ജീവിക്കാൻ കൃപ നൽകണമേ. ഉപവാസത്തോടെയും പ്രാർത്ഥനയോടെയും പൈശാചിക ശക്തികളെ കീഴ്പ്പെടുത്താനുള്ള വലിയൊരു ശക്തി, വിശ്വാസം, കൃപ ഞങ്ങൾക്ക് തരണമേ. അങ്ങയുടെ നാമമാകുന്ന വലിയ ആയുധം ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തിന്മയുടെ ശക്തികളെ ബഹിഷ്കരിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ തരണമേ. സ്വയം അങ്ങയുടെ പരിശുദ്ധ രക്തം ഞങ്ങളെ പൊതിയട്ടെ. ഞങ്ങളുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെല്ലാം പരിശുദ്ധ രക്തം പൊതിയട്ടെ. ആ പരിശുദ്ധ രക്തത്തിൻ്റെ സംരക്ഷണം ഞങ്ങൾക്ക് തരണമേ. ആ തിരുരക്തം ഞങ്ങൾക്ക് കോട്ടയായിരിക്കട്ടെ, കവചമായിരിക്കട്ടെ, വലിയ അനുഭവമായി മാറട്ടെ. അങ്ങയുടെ തിരുരക്തത്തിൻ്റെ അഭിഷേകം ഇപ്പോൾ പ്രപഞ്ചം മുഴുവൻ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി ദൈവമേ, സ്തുതിക്കുന്നു. രക്തം, തിരുരക്തം ഞങ്ങളിൽ വീഴട്ടെ. പാപം പാപം നീങ്ങിപ്പോകട്ടെ. രക്തം, തിരുരക്തം ഞങ്ങളിൽ വീഴട്ടെ. പാപം പാപം നീങ്ങിപ്പോകട്ടെ. രക്തം, തിരുരക്തം ഞങ്ങളിൽ വീഴട്ടെ. രോഗം 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 നീങ്ങിപ്പോകട്ടെ. രക്തം, തിരുരക്തം ഞങ്ങളിൽ വീഴട്ടെ. രോഗം രോഗം നീങ്ങിപ്പോകട്ടെ. രക്തം, തിരുരക്തം ഞങ്ങളിൽ വീഴട്ടെ. സാത്താൻ സാത്താൻ നീങ്ങിപ്പോകട്ടെ. രക്തം, തിരുരക്തം ഞങ്ങളിൽ വീഴട്ടെ. സാത്താൻ സാത്താൻ നീങ്ങിപ്പോകട്ടെ. അങ്ങയുടെ ആത്മാവിന്റെ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഈ സമയത്ത് ഞങ്ങൾക്ക് വിശുദ്ധി തരണമേ. എല്ലാ മക്കൾക്കും വിശുദ്ധി കൊടുക്കണേ കർത്താവേ. എല്ലാവർക്കും വിശുദ്ധി കൊടുക്കണമേ കർത്താവേ. പരമപരിശുദ്ധനായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധിയിലേക്ക് ഞങ്ങളെ അങ്ങ് ക്ഷണിക്കുന്നുവല്ലോ ദൈവമേ. അങ്ങ് തന്നെ ഞങ്ങളുടെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകി വെടിപ്പാക്കി വിശുദ്ധരാക്കി അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് നിർത്തണമേ കർത്താവ്. ഞങ്ങൾക്ക് സ്നേഹം തരണമേ, സമാധാനം തരണമേ. ഇഷ്ടപിശാചിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും സംരക്ഷണം തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആസ്വദിക്കുന്നു, കറ്റടിക്കുന്നു. ഹല്ലേലൂയ, 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 യേശുവേ. യേശുവിന്റെ നാമത്തിൽ എല്ലാ പൈശാചിക ശക്തികളെയും കൂട്ടത്തോടെ ബന്ധിക്കുന്നു. അന്ധകാര ശക്തികളോട് യേശുനാമത്തിൽ കുടുംബത്തിലുള്ള ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ആത്മാവിനെ വർഷം